കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട മാനന്തവാടിയിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. മരിച്ചയാളുടെ കുടുംബത്തിന് 10 ലക്ഷം ധനസഹായം നൽകുമെന്ന് AK ശശീന്ദ്രൻ അറിയിച്ചു. കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം അക്രമകാരിയായ ആനയെ മയക്കുവെടിവെക്കാനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി. മയക്കുവെടിവെച്ച് പിടികൂടുന്ന ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റും. കർണാടകയിൽ നിന്നും കുങ്കിയാനകളെയും എത്തിക്കും. മാനന്തവാടിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധ സമരത്തിൻ്റെ നേതാക്കന്മാരുമായി ജില്ലാ കളക്ടറും SP-യും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നാൽ തീർച്ചയായും അത് പരിശോധിച്ച് അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാനും അവരുടെ കുടുംബത്തിനൊരു ജോലി നൽകാനുമുള്ള കാര്യത്തിൽ വനംവകുപ്പിന് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ ഒരു പൊതു ധാരണയിലെത്താൻ ശ്രമിച്ചാൽ അത് എങ്ങനെയാണ് വേണ്ടതെന്ന് ആലോചിക്കാമെന്നൊരു മെസ്സേജാണ് ഞാൻ ചർച്ചയ്ക്ക് പോയവർക്ക് കൊടുത്തിട്ടുള്ളത്. അവരത് കഴിഞ്ഞ ഉടനെ തിരിച്ചു വിളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. AK ലതീഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ലതീഷ്, എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നത്? നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഒപ്പം തന്നെ ആനയെ മയക്കുവെടി വെക്കാനുള്ള അതിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? കീർത്തി, ജനങ്ങൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ് ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാം കാര്യക്ഷമമായ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ അവസാനിപ്പിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി അജിയുടെ കുടുംബാംഗങ്ങൾക്ക് ഇനി വിട്ടു നൽകും. ആ നടപടികളിലേക്ക് വൈകാതെ പോകും. എന്തായാലും ഇപ്പോഴും ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള ക്രമീകരണങ്ങളുമായി സജ്ജീകരണങ്ങളുമായി വനംവകുപ്പ് ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. മയക്കുവെടി ദൗത്യത്തിന് പടമലയിൽ വൻ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മയക്കുവെടി വെച്ചാൽ ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. തുടർന്ന് വൈദ്യപരിശോധന നടത്തിയ ശേഷം വനത്തിൽ തുറന്നുവിടും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വെറ്റിനറി സർജന്മാരുൾപ്പെടെ വെറ്റിനറി ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ നിന്നും കുങ്കിയാനകളെ എത്തിക്കുന്നതിനുള്ള നടപടികളും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഈ പ്രദേശത്ത് നിന്നും ആനയെ മയക്കുവെടി വെച്ച് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾക്കാണ് ഇപ്പോൾ വനംവകുപ്പ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. RRT സേനാംഗങ്ങൾ കൂടുതലായി ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം അവസാനിപ്പിച്ച ഒരു സാഹചര്യത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി അജിയുടെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. 10 ലക്ഷം രൂപ ധനസഹായവും ഒപ്പം കുടുംബത്തിലൊരാൾക്ക് ജോലിയുമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലവിൽ ഇവർക്ക് നൽകിയ വാഗ്ദാനം. അത് വളരെ വേഗത്തിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നും വനംവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കർണാടക വനംവകുപ്പ് പിടികൂടി റേഡിയോ കോളേജ് ഘടിപ്പിച്ച ആനയാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇനി ഈ കുറുക്കൻ മൂലയിലെ പടമല ഈ പ്രദേശത്ത് തന്നെ വനത്തിനുള്ളിൽ ആന ക്യാമ്പ് ചെയ്യുന്നു, തമ്പടിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കർണാടക വനംവകുപ്പുമായി ചേർന്നാണ് അതായത് ഈ ആന ഇപ്പോൾ നിലവിൽ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലുണ്ടോ? ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആന റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായതിനാൽ തന്നെ കർണാടക വനംവകുപ്പിന് ആനയുടെ ലൊക്കേഷൻ കൃത്യമായി ലഭിക്കുന്നുണ്ട്. അത് കേരളത്തിന് കൈമാറിക്കൊണ്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ ഈ പടമല പ്രദേശത്ത് RRT ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്യാനും മയക്കുവെടി വെക്കാനും കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പ് പങ്കുവെക്കുന്നത്. വനത്തിനുള്ളിലാണ് എന്നതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുന്നതിനെല്ലാമുള്ള പരിമിതികൾ ഉണ്ട്. വലിയ സമഗ്രമായ ഒരു ദൗത്യം തന്നെയാണ് ഇനി വനംവകുപ്പിന്റെ മുമ്പിലുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെയും വനംവകുപ്പിന്റെയും മുന്നിലുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ജനങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അവരെ മൃതദേഹവുമായി മാനന്തവാടി ടൗണിൽ നടത്തിയ പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നായിരുന്നു. അത് വിജയിച്ചു കഴിഞ്ഞു. ഇനി ആനയെ തുരത്താൻ ആവശ്യമായ നടപടികളിലേക്കാണ് വനംവകുപ്പ് കടക്കുന്നത്. അത് രാവിലെ മുതൽ ആരംഭിച്ച പ്രക്രിയ തന്നെയാണ്. അത് കൂടുതൽ ജാഗ്രതയോടെ കൂടുതൽ കൃത്യതയോടെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ലതീഷ്, ഇനി ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് ഏക പോൻവഴി. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സമയം വൈകുന്നു, 5 മണി കഴിഞ്ഞു. ഈ ഒരു സമയത്ത് തന്നെ ഇനി മയക്കുവെടി വെക്കുക, ആനയെ നിരീക്ഷിക്കുക. ആന ഇപ്പോൾ പൂർണ്ണ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോഴും നേരത്തെ ലതീഷ് സൂചിപ്പിച്ചിരുന്നു ആന വനത്തിനുള്ളിലാണ്. ഇതൊക്കെ വനം വകുപ്പിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളിയാകുന്ന കാര്യമല്ലേ?
ശരി, ലതീഷിലേക്ക് വരാം. കാട്ടാനി ആക്രമണത്തിൽ ഒരാൾ രാവിലെ കൊല്ലപ്പെട്ടിരുന്നേറെ ദാരുണ സംഭവമായിരുന്നു. അതിലിപ്പോൾ മാനന്തവാടിയിൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. ഒപ്പം തന്നെ മരിച്ചയാളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രനും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഈ അക്രമകാരിയായ ആനയെ മയക്കുവെടി വെക്കാനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടുന്ന ആനയെ മുത്തങ്ങയിലേക്കാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. കർണാടകയിൽ നിന്നും കുംകി ആനകളെയും എത്തിക്കുമെന്നും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആനയെ എത്രയും വേഗം പിടികൂടാനുള്ള, എത്രയും വേഗം മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നത്. എന്നാൽ അത് ഏറെ ശ്രമകരമായ ഒന്നു തന്നെയാണ്. കാരണം ആന വനത്തിനുള്ളിലാണ്, പടമലയിലെ വനത്തിനുള്ളിലാണെന്നാണ് ലതീഷ് നൽകുന്ന വിവരങ്ങൾ. കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ചാണ് ആനയെ വനത്തിനുള്ളിലേക്ക് അയച്ചത്. ആ ആനയാണ് ഇന്ന് മാനന്തവാടിയിൽ ഇറങ്ങിയത്. ഒരാളുടെ മരണത്തിന് ഇടയാക്കിയതും കർണാടക വനംവകുപ്പിന് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വയനാട് മാനന്തവാടിയിൽ ഒരാളെ കൊന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് നേരത്തെ തന്നെ വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിരുന്നു. ആനയെ മയക്കുവെടി വെക്കുക എന്നത് തന്നെയാണ് ഏക പോൻവഴി. ആനയെ കാട്ടിലേക്ക് തിരികെ കാട്ടിലേക്ക് കയറിയാൽ വീണ്ടും ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഏറെ ഭയാനകമായ, ഏറെ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യം തന്നെയാണ്, അപകടകരമായ ഒരു ദൃശ്യം തന്നെയാണ് രാവിലെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ. ഒരാളുടെ മരണത്തിന് ഇടയാക്കിയ അക്രമകാരിയായ ആന തന്നെയാണ്. ആ ആനയെ എത്രയും വേഗം മയക്കുവെടി വെച്ച പിടികൂടുക എന്നത് തന്നെയാണ് ആകെ ഉള്ളൊരു പൊന്മൊഴി. ഒപ്പം തന്നെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും ഒപ്പം തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്.